ഹായ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ക്യാൻവയിൽ മലയാള ഫോണ്ട് എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതാണ്. ക്യാൻവ ഡിസൈനിങ്ങിന് വേണ്ടിയിട്ട് എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു ടൂൾ തന്നെയാണ്. പക്ഷെ മലയാളം അതിൽ പ്ലേസ് ചെയ്യുന്ന സമയത്ത് പല ബുദ്ധിമുട്ടും പലർക്കും അനുഭവപ്പെടാറുണ്ട്. അപ്പൊ അത് എങ്ങനെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മെത്തേഡ് നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം. നമ്മളിപ്പോൾ നിൽക്കുന്നത് ക്യാൻവയുടെ ഹോം പേജിലാണ്, www.canva.com. നമുക്കിപ്പോൾ ഒരു തമ്പനയിലാണ് ചെയ്യേണ്ടത്. ഫേസ്ബുക്ക് പോസ്റ്റ് ആണ് ചെയ്യേണ്ടതെങ്കിൽ നമ്മൾ ഈ സെർച്ച് ബാറിൽ ഫേസ്ബുക്ക് പോസ്റ്റ് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആ കൃത്യമായ റേഷ്യോ നമുക്ക് കിട്ടും. അതുപോലെ തമ്പനയിൽ ചെയ്യാൻ പോകുമ്പോൾ നമ്മൾ തമ്പനയിൽ നിന്ന് അടിച്ചു കൊടുക്കുക. തമ്പനയിൽ തമ്പനയിൽ എൻ്റർ ചെയ്തു. അപ്പൊ ഇത് ക്ലിക്ക് ചെയ്തപ്പോൾ നമുക്ക് കണ്ടോ യൂട്യൂബ് തമ്പനയിലിന്റെ ടെംപ്ലേറ്റ്സ് കിട്ടിയിട്ടുണ്ട്. ഇതിൽ ഞാൻ ക്രിയേറ്റ് എ ബ്ലാങ്ക് യൂട്യൂബ് തമ്പനയിലാണ് ക്ലിക്ക് ചെയ്യുന്നത്. ഇപ്പോൾ നമുക്ക് പുതിയൊരു തമ്പനയിൽ ക്രിയേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു പേജ് ഓപ്പൺ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഡിസൈനിന്റെ റെഫറൻസിന് വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു ഡിസൈൻ നമുക്ക് വേണമെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ ഏറ്റവും മുകളിൽ ഡിസൈൻ ഓപ്ഷൻ ഉണ്ട്. അതിനകത്ത് ഒരു ധാരാളം ഓപ്ഷൻസ് അവൈലബിൾ ആണ്. നിങ്ങളുടെ തമ്പനയിലിന്റെ ടോപ്പിക് എന്താണോ അത് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ട തീമിലുള്ള ധാരാളം ഡിസൈൻസ് നമുക്ക് കിട്ടും. ഇവിടെ നമ്മൾ ഒരു പുതുതായിട്ടുള്ള ഒരെണ്ണമാണ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് ബ്ലാങ്ക് പേജ് ആണ്. അപ്പൊ എനിക്കിവിടെ ഒരു ഡാർക്ക് ബാക്ക്ഗ്രൗണ്ട് ആണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ ഡാർക്ക് ബാക്ക്ഗ്രൗണ്ട് എന്നുള്ളത് എലമെന്റ്സ് എടുത്തിട്ട് ഡിസൈനിന്റെ താഴെ എലമെന്റ്സ് എടുത്ത് അവിടെ ഡാർക്ക് ബാക്ക്ഗ്രൗണ്ട് ഞാൻ സെർച്ച് ചെയ്യുകയാണ്. ഇപ്പൊ ധാരാളം ഡാർക്ക് ബാക്ക്ഗ്രൗണ്ട് നമുക്ക് കിട്ടും. ഇവിടെ സി ഓൾ ഫോട്ടോസിന്റെ അടുത്ത് ഞാൻ കൊടുത്തു. ധാരാളം ഡാർക്ക് ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. അതിൽ ഞാൻ ഇതൊരെണ്ണം ഓപ്റ്റ് ചെയ്യുകയാണ്. അത് നമുക്ക് ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് ഈ ലൈനിന്റെ സെന്ററിലോട്ട് വെച്ചാൽ ഫുൾ ആയിട്ട് നമുക്ക് കിട്ടും. ഓക്കെ, ഇതിപ്പോ കിട്ടി. ഇനി എൻ്റെ ഒരു ഫോട്ടോ പ്ലേസ് ചെയ്യാനായിട്ട് പോവുകയാണ്. അതിനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അപ്ലോഡ്സ് എടുത്തിട്ട് ഫോട്ടോ എൻ്റെ ഓൾറെഡി ഇവിടെ ഉണ്ട്. അതല്ല എന്നുണ്ടെങ്കിൽ അപ്ലോഡ് ഫയൽ മുകളിൽ നിങ്ങൾക്ക് കാണാം. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ലാപ്പിൽ കിടക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ സിസ്റ്റത്തിൽ കിടക്കുന്ന ഏത് ഫോട്ടോ ആണെങ്കിലും നിങ്ങൾക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാനായിട്ട് സാധിക്കും. അപ്പൊ ഞാനിവിടെ എൻ്റെ ഒരു ഫോട്ടോ ഓൾറെഡി ഉണ്ട്. അപ്പൊ അത് ഞാൻ ഇങ്ങോട്ട് എടുക്കുകയാണ്. അത് ഇവിടെ ഞാൻ ഈ ഒരു കോർണറിൽ പ്ലേസ് ചെയ്തു. ഇനി ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് എനിക്കൊന്ന് കളഞ്ഞാൽ കൊള്ളാം. അപ്പൊ എന്താ ചെയ്യേണ്ടത്, ഫോട്ടോയിൽ ക്ലിക്ക് ചെയ്യുന്നു. മുകളിൽ എഡിറ്റ് ഫോട്ടോ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്തു. ഇവിടെ ലെഫ്റ്റ് സൈഡിൽ BG റിമൂവർ കണ്ടോ, അത് ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പൊ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് മാറി കിട്ടി. ഇനി ഫോട്ടോയുടെ വലുപ്പമൊക്കെ നിങ്ങളുടെ ഒരു ക്രിയേറ്റിവിറ്റി അനുസരിച്ച് നിങ്ങളുടെ മനസ്സിലുള്ള ആശയം അനുസരിച്ച് ചെയ്യാനായിട്ട് സാധിക്കും. ഈ വീഡിയോയുടെ ടൈറ്റിൽ നമുക്ക് എന്ത് കൊടുക്കാം, ക്യാൻവയിൽ എങ്ങനെ മലയാളം ഉപയോഗിക്കാം എന്നുള്ള ഒരു ഓപ്ഷൻ കൊടുത്താൽ നന്നായിരിക്കും അല്ലേ. അപ്പം മലയാളം ഒരു ടൈപ്പിംഗ് ടൂളിലേക്ക് നമുക്ക് ആദ്യം പോവാം. ഓക്കെ, മലയാളം ടൈപ്പ് ചെയ്യാനായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് easymalayalamtyping.com എന്ന് പറഞ്ഞിട്ട് ഒരു വെബ്സൈറ്റ് ആണ്. അപ്പൊ ഇതിൽ ഞാൻ ടൈപ്പ് ചെയ്യുവാണ് ക്യാൻവയിൽ. അപ്പൊ ഇവിടെ ഞാൻ ടൈപ്പ് ചെയ്തു ക്യാൻവയിൽ എങ്ങനെ മലയാളം ഉപയോഗിക്കാം. അത് ഞാൻ കോപ്പി ചെയ്തു. ഇനി ഇത് നമുക്ക് ഇവിടെ നിന്ന് പ്ലേസ് ചെയ്യാം നമ്മുടെ തമ്പനയിൽ ചെയ്ത സ്ഥലത്തേക്ക്. ഇത് കോപ്പി ചെയ്തിട്ട് നമ്മുടെ തമ്പനയിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥലത്ത് നമുക്ക് എന്ത് ചെയ്യാം, പേസ്റ്റ് ചെയ്യാം. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു സ്റ്റൈൽ ഫോണ്ട് മാത്രമാണ് ക്യാൻവയിൽ ഉപയോഗിക്കാനായിട്ട് സാധിക്കുക. ഇത് നമുക്ക് എങ്ങനെ കുറച്ചുകൂടെ ഭംഗിയുള്ള ഫോണ്ട് സെലക്ട് ചെയ്യാമെന്ന് നോക്കാം. അതിനായിട്ട് നമ്മൾ fontme.com എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റിൽ പോവുക. അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. എന്നിട്ട് ക്യാൻവയിൽ എങ്ങനെ, 2 ലൈനായിട്ട് നമുക്ക് ചെയ്യാമേ. ക്യാൻവയിൽ എങ്ങനെ, അത് കോപ്പി ചെയ്തു. എന്നിട്ട് ഇവിടെ നമ്മൾ എന്ത് ചെയ്തു, ഇവിടെ അതിന്റെ കുറച്ച് മുകളിലോട്ട് ഇതുണ്ട്. താഴോട്ട് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ഇവിടെ എൻ്റർ യു ടെക്സ്റ്റ് ഹിയർ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. അവിടെ നമുക്ക് എന്ത് ചെയ്യാം, ആ ടെക്സ്റ്റ് നമ്മൾ പേസ്റ്റ് ചെയ്തു. എന്നിട്ട് ഇവിടെ നമുക്ക് ഇഷ്ടമുള്ള മലയാള ഫോണ്ടുകൾ, ഒരുപാടൊന്നും ഇല്ല, പക്ഷെ അത്യാവശ്യം നല്ല ഫോണ്ടുകളൊക്കെ ഇവിടെ അവൈലബിൾ ആണ്. അത് നമുക്ക് സെലക്ട് ചെയ്യാം. അപ്പൊ ഞാൻ ഈ ഒരു ഫോണ്ട് സെലക്ട് ചെയ്യാണ്. അപ്പൊ നമ്മുടെ ഡാർക്ക് ബാക്ക്ഗ്രൗണ്ട് ആയതുകൊണ്ട് ഈ യെല്ലോ ആണ് ഞാനിപ്പോൾ ചൂസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ വൈറ്റോ ഒക്കെ നമുക്ക് ചൂസ് ചെയ്യാം. ബ്ലാക്കിനകത്ത് യെല്ലോ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ഒരു അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ഡിസൈൻ നമുക്ക് കിട്ടും. ഈ യെല്ലോ ഞാൻ ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ കളർ ചേഞ്ച് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക്
ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇഷ്ടമുള്ള കളർ ചെയ്യാം. ഞാൻ ഇവിടെ യെല്ലോ ആണ് എടുക്കുന്നത്. എന്നിട്ട് ജനറേറ്റ് കൊടുക്കുവാണ്. ക്യാൻവയിൽ എങ്ങനെ, ആ ഒരു ലൈനാണ് നമ്മളിപ്പോൾ എടുത്തേക്കുന്നത്. ഇത് നമുക്ക് ഫോണ്ടായിട്ടല്ല കിട്ടുന്നത്, ഒരു ഇമേജ് ആണ് നമുക്ക് കിട്ടുക. ഈ ഫോണ്ടിന്റെ മുകളിൽ നമുക്ക് ഇപ്പൊ കിട്ടിയ റിസൾട്ടിന്റെ മുകളിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഇമേജ് കോപ്പി ചെയ്യാം. കോപ്പി ചെയ്തു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു, നമ്മുടെ ഇവിടെ വന്നു. ഇവിടെ വന്നിട്ട് ഇത് ഞാൻ ഡിലീറ്റ് ചെയ്യുവാണ്. ഇവിടെ വന്നിട്ട് ഞാൻ ഇത് പേസ്റ്റ് ചെയ്തു. കണ്ടോ, ക്യാൻവയിൽ എങ്ങനെ, അത്രയായി. ഇനി നമുക്ക് ബാക്കി ഭാഗവും കൂടെ അവിടുന്ന് കൊണ്ടുവരാം. മലയാളം ഉപയോഗിക്കാം. മലയാളം ഉപയോഗിക്കാം. അത് നമുക്ക് എവിടെ കൊണ്ടുവരണം, fonme.com. ഈ സ്ഥലത്ത് മറ്റേ നമ്മൾ കളഞ്ഞു. ഇവിടെ പേസ്റ്റ് ചെയ്ത് കൊടുത്തു. സെയിം ഫോണ്ട് തന്നെ, കളർ അത് തന്നെ, ജനറേറ്റ് കൊടുത്തു. മലയാളം ഉപയോഗിക്കാം. ഓക്കെ, കോപ്പി ചെയ്തു. ഇവിടെ വന്നു പേസ്റ്റ് ചെയ്തു. ഓക്കെ, മലയാളം ഉപയോഗിക്കാം. നമുക്ക് എന്ത് ചെയ്യാം, ഓക്കെ. ഇനി ഇത് നമുക്ക് സെലക്ട് ചെയ്തിട്ട് ഇത് കുറച്ചുകൂടി താഴോട്ടൊക്കെ പ്ലേസ് ചെയ്ത് നോക്കാം. ഇത് രണ്ടും കൂടെ സെലക്ട് ചെയ്യുന്നത്, ഈ ഒരു ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്തു, എന്നിട്ട് ഷിഫ്റ്റ് പ്രസ് ചെയ്തിട്ട് അടുത്ത് ക്ലിക്ക് ചെയ്താൽ നമുക്ക് രണ്ടുകൂടെ ഒരുമിച്ച് സെലക്ട് ചെയ്യാം. എന്നിട്ട് താഴോട്ട് ഡ്രാഗ് ചെയ്ത് വെച്ചു. ഓക്കെ. ഇനി ഇവിടെ ക്യാൻവയുടെ ഒരു ഇമേജും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടെ ക്യാൻവ ആണ് എന്നുള്ളൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവും അല്ലെ. അപ്പൊ അതിന് നമുക്ക് എന്ത് ചെയ്യാം, നേരെ ഗൂഗിളിൽ പോവുക, ക്യാൻവ ലോഗോ ടൈപ്പ് ചെയ്തു, ഇമേജസ് കൊടുത്തു. ഇവിടെ നമുക്ക് ക്യാൻവയുടെ ഒരുപാട് ലോഗോ കിട്ടും. അപ്പൊ ഈ ഒരു ലോഗോ ഞാൻ ഓപ്പൺ ചെയ്തു. നമുക്ക് ഈസി ആയിട്ടുള്ള ഒരു കാര്യമാണ്. റൈറ്റ് ക്ലിക്ക് ചെയ്തു, കോപ്പി ഇമേജ് കൊടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അവിടെ കൊണ്ടുവന്ന് നമുക്ക് പേസ്റ്റ് ചെയ്താൽ മതി. നമുക്ക് ഈ ഇമേജ് നമ്മുടെ ഇതിനനുസരിച്ച് നമുക്ക് വലുതാക്കിയോ ചെറുതാക്കിയോ ഒക്കെ കൊടുക്കാം. ക്യാൻവ നമ്മളിവിടെ പ്ലേസ് ചെയ്തു. ഇനി ക്യാൻവ സെർച്ച് ചെയ്ത് വരുന്നവർക്ക് പെട്ടെന്ന് ഇതൊരു കമ്മ്യൂണിക്കേഷൻ ആവും, ക്യാൻവയുടെ ഒരു വീഡിയോ ആണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ക്യാൻവ ട്യൂട്ടോറിയൽ എന്ന് ഇംഗ്ലീഷിലും കൂടെ വേണമെങ്കിൽ കൊടുത്തേക്കാം. നമുക്ക് ഫോണ്ട് സെലക്ട് ചെയ്യാം. എപ്പോഴും തമ്പനയിൽ കൊടുക്കുന്ന ഫോണ്ട് റീഡബിൾ ആയിരിക്കും, നമുക്ക് പെട്ടെന്ന് വായിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഫോണ്ട് ആണെങ്കിൽ നല്ലതായിരിക്കും. അപ്പൊ ഇത് എത്രത്തോളം അട്രാക്റ്റീവ് ആക്കാം അത്രത്തോളം ആക്കാം. ഒരുപാട് ഫോണ്ട് തിങ്ങി നിന്നാൽ നമ്മുടെ കണ്ടന്റ് അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ടോപ്പിക്ക് റീഡബിൾ ആയിരിക്കത്തില്ല. അതുകൊണ്ട് അത് ഒന്ന് എല്ലാവരും ശ്രദ്ധിക്കണം. ഞാനിപ്പോ എലമെന്റ്സിൽ വന്നിട്ട് ഇതിനൊരു ബാക്ക്ഗ്രൗണ്ട് കൂടെ കൊടുത്താൽ നന്നായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ അതിനായിട്ട് ഞാനൊരു റെക്ടാങ്കിൾ എടുത്തു. എന്നിട്ട് ഓക്കെ, ഇതിന് ഞാനൊരു യെല്ലോ കളർ കൊടുക്കുവാണേ. യെല്ലോ കൊടുത്തു. ഇനി ഈ ലെയർ ഏറ്റവും ബാക്കിലോട്ട് ആക്കുവാണ്. അതിന് മൗസ് റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ലെയർ ബ്രിങ് ടു ബാക്ക്വേർഡ് അങ്ങനെ കൊടുക്കാം. ഇനി നമുക്ക് ഇവിടെ ഒന്നുകൂടെ കൊടുക്കണില്ല, അതിനൊരു ഷോർട്ട് കട്ട് ഉണ്ട്. കൺട്രോൾ നമ്മുടെ ഡബിൾ ബ്രാക്കറ്റ് ഉണ്ടല്ലോ, ലെഫ്റ്റ് കൺട്രോൾ ലെഫ്റ്റ് ഡബിൾ ബ്രാക്കറ്റ് അടിച്ചാലും മതിയാവും. അത് ബാക്കിൽ പോയി. നമുക്ക് എന്ത് ചെയ്യാം, ഇതിന്റെ കളർ ഒരു ഡാർക്ക് കൊടുക്കാം, ബ്ലാക്ക് കൊടുക്കാം. ഓക്കെ, അലൈൻമെന്റ്സ് ഒക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കുക. നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി അനുസരിച്ച് നിങ്ങൾക്ക് എത്രത്തോളം മനോഹരമാക്കാം അത്രത്തോളം മനോഹരമാക്കുക. ഇനി നമ്മുടെ ഒരു ലോഗോയും കൂടെ എനിക്ക് ഇവിടെ പ്ലേസ് ചെയ്താൽ നന്നായിരിക്കും. അതിനായിട്ട് ഞാൻ വീണ്ടും ഈ ഒരു ഷേപ്പിലുള്ള ഒരു ഇതെടുക്കുകയാണ്. എടുത്തിട്ട് ഞാൻ അവിടെ കൊടുത്തു. ഇവിടെ ഞാൻ വൈറ്റ് ആക്കി. ഓക്കെ, വൈറ്റ് ആക്കി. അപ്പൊ എന്റെ ലോഗോ ഞാനൊന്ന് അപ്ലോഡ് ചെയ്യുകയാണ്. ഓൾറെഡി നമ്മുടെ ലോഗോ ഇവിടെ കിടപ്പുണ്ട്, ഡ്യൂ ഗാർനെറ്റ്. അപ്പൊ അത് ഞാൻ എടുത്തു, നേരെ ഡ്രാഗ് ചെയ്ത് അതിന്റെ മേലെ കൊണ്ടുവച്ചു. സൈസ് ഒക്കെ ഒന്ന് അറേഞ്ച് ചെയ്തു. ഓക്കെ, എന്നിട്ട് നമുക്ക് ട്രേഡ് മാർക്ക് ഉണ്ട് നമ്മുടെ ബ്രാൻഡിന്. അപ്പം ഒരു ട്രേഡ് മാർക്ക് കൂടെ കൊടുത്താൽ നല്ലതായിരിക്കും. അത് എലമെന്റ്സിൽ സെർച്ച് ചെയ്താൽ മതി ട്രേഡ് മാർക്ക്.
ഓക്കെ, ട്രേഡ് മാർക്ക് വന്നു. സൈസൊക്കെ ഒന്ന് റെഡിയാക്കി അത് ഞാൻ മുകളിൽ കൊണ്ടുവച്ചു. അതിൻ്റെ കളർ നമുക്ക് ഇഷ്ടമുള്ള കളർ അതിൻ്റെ കൊടുക്കാം. ബ്ലാക്ക് ആക്കി സെലക്ട് ചെയ്തിട്ട് നമുക്ക് ആരൊക്കെ യൂസ് ചെയ്തിട്ട് മൂവ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, നമ്മുടെ ഈ ടോപ്പിക്കിന്റെ ഒരു തമ്പനയിൽ നമുക്കിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ഡൗൺലോഡ് ചെയ്തിട്ട് നമുക്ക് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഡൗൺലോഡ് ചെയ്യാനായിട്ട് ഷെയർ ബട്ടൺ, ഡൗൺലോഡ്, JPJ, ഡൗൺലോഡ്. ക്യാൻവയിൽ എങ്ങനെ മലയാളം ഉപയോഗിക്കാൻ പറ്റും എന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.